അസ്സലാമു അലൈക്കും. അപ്പം രാവിലെ തന്നെ നീച്ചിട്ട് നമ്മളിത് അടുക്കളയ്ക്കുള്ള വെള്ളമൊക്കെ പിടിച്ച് വെക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ പിടിച്ച് വെക്കുമ്പോഴേക്ക് 6:20 അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഇതാ മദ്രസയ്ക്ക് പോകാൻ കേട്ടോ. കുഞ്ഞാറ്റി ഷാമോനൊക്കെ ഇതാ മദ്രസയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ മദ്രസയിൽ പോയതിൻ്റെ ശേഷമാണ് ഞാൻ മുറ്റടിക്കാൻ നിന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർ പണ്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ മുറ്റടിക്കാൻ നിന്ന്. അപ്പോൾ മുറ്റടിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അലക്കാനൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ മുറ്റ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് നനച്ചിടും കേട്ടോ. 4 സൈഡൊന്ന് നനച്ചിടും. എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ വൈകുന്നേരം മുറ്റം നനച്ചിടുമ്പോഴേ നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഇത്തിരിയെങ്കിലും ഒരു തണുപ്പുണ്ടാവും. ഭയങ്കര ചൂടാണ്. ഈ ഫാനൊന്നും ഇപ്പോൾ തീരെ കാറ്റില്ല കേട്ടോ. എത്ര ഫുൾ സ്പീഡിലിട്ടാലും ഫാന് തീരെ കാറ്റില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തീയാണ് വരുന്നത്. ആ അതിന് ചൂടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കറണ്ട് പോക്കുണ്ട് പാതിര നേരത്ത്. അതും കൂടി ആയാൽ പിന്നെ പൂർണ്ണമായിട്ട് കുട്ടികളൊക്കെ കിടന്ന് ഞെരിപിരി കൊള്ളുക. ഞാൻ എന്നിട്ട് കറണ്ട് പോയ സമയത്ത് ഇവർക്ക് ഇങ്ങനെ വീശി കൊടുക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വീശി കൊടുക്കായിരിക്കും അവർക്ക്. അവരെങ്കിലും ഒന്ന് നരമ്പോലെ കിടന്നോട്ടെ വെച്ചിട്ട്. മറ്റു കുട്ടികളിങ്ങനെ കിടന്ന് ഞെരിപിരി കൊള്ളുമ്പോൾ നമുക്കൊരു ഇടങ്ങാറില്ല. അവർക്ക് നേരത്തെ രാവിലെ നീച്ച് മദ്രസയിൽ പോകാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കണത് ദോശ ഉണ്ടാക്കണത്. ചിലർ നീർദോശ എന്ന് പറയും, ചിലർ കലിക്കിപ്പാരി എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ ദോശ എന്ന് തന്നെ പറയില്ല. അപ്പോൾ അതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് അത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കലക്കിപ്പാരി എന്ന് പറയട്ടെ ചിലവരൊക്കെ. നമ്മളൊക്കെ നേരം വൈകി നീറ്റാലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ദോശ കേട്ടോ. അത് പെട്ടെന്ന് കഴിയുമല്ലോ. പുട്ട്, ദോശ അതൊക്കെ നമ്മളെ ദേശീയ വിഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് കുഞ്ഞാറ്റക്കും ഷാമോനക്കും ദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിൽ ഉരുളൻ കറിയോ പിന്നെ മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല മൊരിച്ചിട്ടെടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവർ വരാൻ നേരത്തെ ഞാൻ ഉണ്ടാക്കുള്ളൂ, ചൂട് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ എൻ്റെ അലക്കലും നമ്മളെ തുടക്കലും ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുളിച്ചിട്ടാണ് ഇപ്പോൾ ഈ അടുക്കള കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ രാവിലെ നേരത്തെ നീച്ചിട്ട് ഈ സമയമാകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള കയറും. പിന്നെ ഞാൻ വൈകുന്നേരം നമ്മൾ കിടക്കാൻ നേരത്തെ വീണ്ടും ഒന്ന് മേലെടുക്കൂട്ടാം. അത്രയും ചൂടല്ല, വിയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം ഒന്ന് മേലെ കഴുകിയിട്ടാണ് പിന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ ദോശക്ക് ഈ ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൊടി എടുക്കുക, ഉപ്പ് എടുക്കുക, എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് നമ്മളെ ഇതിന് അധികം കട്ടില്ലാത്ത രീതിയിൽ നമ്മൾ കലക്കട്ടെ നന്നായിട്ട്. ഞാൻ പിന്നെ അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദോശ തിന്നുമ്പോൾ ഇടയ്ക്ക് തേങ്ങ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ ആ കലക്കണ സമയത്തൊക്കെ ഞാനിതിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട്, പക്ഷെ അത് കറക്റ്റ് ഇന്നെ മാത്രം കണ്ടുള്ളൂ, ഇതൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതിങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചാട്ടെ. ഇങ്ങനെ ഉണ്ടാ ഈ തിക്നെസ്സിലാട്ടോ കലക്കേണ്ടത് ഉണ്ടാ, നമുക്ക് ഒഴിച്ച് ഇതാക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ഞാൻ അതൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടാ. അപ്പോൾ നമ്മൾ ചൂട് കൊടുക്കണം. ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കല്ല് നല്ല ചൂടാവണം കേട്ടോ. ആ ചൂട് കൊടുക്കണം ഞാൻ പിന്നെ ആ മാവിൽ ആ കലക്കുന്ന സമയത്ത് തന്നെ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കൂട്ടോ, ഒരിത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കൂട്ടോ. അപ്പോൾ നമ്മൾ ദോശ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കറി പരിപാടികളൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറി വെച്ചത് ഇരിക്കുന്നുണ്ട്, പൊരിച്ചതും ഇരിക്കുന്നുണ്ട്. പൊരിച്ചതല്ല, പൊരിക്കാനുള്ളത് കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കറി ഇന്നലെ വെച്ചത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ചേ ഇന്നലെ എടുത്തിട്ടുള്ളൂ, ബാക്കി അതേപോലെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ദിവസത്തിനൊക്കെ എൻ്റെ കറി വെക്കുള്ളൂ. പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ പിന്നെ ചോറും പിന്നെ സോയാബീൻ പൊരിക്കാണ്ട് കുട്ടികൾക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഒന്നാമത് വ്യൂസൊക്കെ നന്നായി കുറഞ്ഞു വരികയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാനാട്ടോ. ഇപ്പം നമ്മൾക്ക് ആദ്യമൊക്കെ കിട്ടിയിരുന്ന അതിൻ്റെ അടുത്ത് പോലും വ്യൂസ് എത്തണില്ല കേട്ടോ. അത്രയും കുറഞ്ഞിരിക്കണം പറഞ്ഞാൽ അത്രയും കുറഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വ്യൂസ് കുറയുമ്പോൾ നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോ ഇടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇല്ല നമുക്ക് എന്തിനാണ് ഇടുന്നത്, വ്യൂസൊന്നും തീരില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വീണ്ടും നമ്മൾ പ്രതീക്ഷയോട് കൂടി നമ്മൾ ഓരോ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കേണ്ട ഉരുളക്കിഴങ്ങ് കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മക്കളെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ ഞാൻ എരിയണതും ഉണ്ടാക്കണതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്താ അവിടെ വെച്ച് എടുത്തപ്പോൾ ഇന്നെ മാത്രമേ കാണാനുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഡിലീറ്റാക്കി കളഞ്ഞിട്ടാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റായിട്ട് ഓർമ്മ വന്ന് കറിയുടെ അതിൽ വീഡിയോ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ തിന്നതിൻ്റെ ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഇത് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ചട്ടിയിൽ കുറേശ്ശെ കാണാനുള്ളത്. അപ്പോൾ നമ്മളെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇത് ഏറ്റവും ഒരു എളുപ്പമുള്ള സംഭവമാണ്, നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഈ ദോശയ്ക്ക് ചിക്കൻ കറിയും ഗ്രീൻ പീസ് കറി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടുകൊണ്ട് തന്നെ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലവരെന്താ ചെയ്യുകയെന്നറിയോ, തേങ്ങയും ഈ അരിപ്പൊടിയും ഉപ്പും ഇതൊക്കെ ഇട്ടതിന് ശേഷം മിക്സിയിലൊന്ന് നന്നായിട്ട് അടിക്കൂട്ടാ. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കളിക്കാനൊക്കെ പോയി. പിന്നെ ഇത് നമ്മൾ വൈകുന്നേരത്തേക്ക് കുട്ടികൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ പ്രാവശ്യം സാധനം വാങ്ങിയപ്പോൾ ബൂസ്റ്റിൻ്റെ ഒരു കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചതാട്ടോ.
പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ബൂസ്റ്റൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ച് രണ്ടാളും 2 സ്ഥലത്ത് കളിക്കാൻ പോയി കേട്ടോ. ഷാമോന് ഫുട്ബോൾ കളിക്കാനും പോയി, കുഞ്ഞാറ്റ അവളെ മദ്രസയിൽ പോണ കൂട്ടുകാരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ബൂസ്റ്റൊക്കെ കലക്കിയിട്ട് അവിടെ റെഡിയാക്കി വെക്കും. പിന്നെ അവർ വന്നതിൻ്റെ ശേഷം ചായ കുടിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഇടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉച്ചങ്ങനെ കിടക്കുന്ന സമയത്ത് കുഞ്ഞാറ്റ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം കൂട്ടിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വേണ്ടിയില്ലോ കുറേ നേരമായി ഇവള് ശല്യപ്പെടുത്തുന്നത്. അപ്പം ഇനി ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് കേട്ടോ. അപ്പോൾ ബൂസ്റ്റ് പൊടി, പാൽപ്പൊടി, പിന്നെ പഞ്ചസാര, 2 ഏലക്കായ, പിന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായി അടിച്ചിട്ട് പിന്നെ നമ്മൾ മുട്ടയും കൂടി കൂട്ടുന്നുണ്ട് കേട്ടോ അതിൽ അടിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കൂടി അടിച്ചതിന് ശേഷം നമ്മൾ മൈദയിൽ കലക്കിയിട്ടാണ് അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കേക്കാട്ടോ, അടിപൊളി കേക്കായിട്ടാണ്. പക്ഷെ ഞാനിത് ശരിയാവുമോ എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു ദിവസം ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും